ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിസ്മയ ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മാച്ചിൽ നമ്മുടെ സഞ്ജു സാംസൺ, കേരളത്തിൻ്റെ അഭിമാനം, ഓരോ മലയാളിയുടെയും സാറ്റിസ്ഫാക്ഷൻ ലെവൽ, അതായത് ഇന്ന് വേറെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മലയാളികൾക്ക് പകർന്നു തന്ന നമ്മുടെ സഞ്ജു സാംസൻ്റെ മാസ് പെർഫോമൻസിനെ കുറിച്ച്. ഈ 2020 വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യ മാച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സൂര്യകുമാർ യാദവിനോട്, ഇന്ത്യൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി, ഈ മാച്ചിൽ നിന്നെങ്കിലും നമ്മുടെ സഞ്ജു സാംസണെ കളിപ്പിക്കുമോ എന്ന്. അപ്പോൾ ആ പത്രപ്രവർത്തകനെ ആ ചോദ്യത്തിന് പോലും ഒരു പ്രസക്തി നൽകാതെ വളരെ കളിയാക്കിയ രീതിയിൽ സൂര്യകുമാർ യാദവ് ചിരിച്ചുകൊണ്ട് വളരെ പരിഹസിക്കുന്ന രീതിയിൽ, സഞ്ജു സാംസണെ പരിഹസിക്കുന്ന രീതിയിലാണ് അതിന് മറുപടി നൽകിയത്. അഭിഷേക് ശർമ്മയെ ഞാൻ പുറത്തിരുത്തണമോ അതോ തിലക് വർമ്മയെ പുറത്തിരുത്തിക്കൊണ്ട് സഞ്ജു സാംസണ് ചാൻസ് കൊടുക്കണമോ എന്ന് പരിഹസിക്കുന്ന രീതിയിൽ ആ പത്രപ്രവർത്തകനോട് ചോദിച്ച സൂര്യകുമാർ യാദവിനുള്ള മറുപടി ഇന്ന് ബാറ്റ് കൊണ്ട് ഗ്രൗണ്ടിൽ സഞ്ജു സാംസൺ അതിനുള്ള മറുപടി കൊടുത്തിരിക്കുക. ഫ്രണ്ട്സ്, ഈ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് സഞ്ജുവിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടും അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്ത ഒരു സഞ്ജുവിനെ കുറിച്ചും, അതുപോലെ തന്നെ കോൺഫിഡൻസ് ലെവൽ ഒട്ടുമില്ലാത്ത സഞ്ജുവിനെ കുറിച്ച്, കൺസിസ്റ്റൻസി തീരെ ഇല്ലാത്ത സഞ്ജുവിനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇന്ന് ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മാച്ചിൽ ഇന്ന് അവർക്കെല്ലാം, തന്നെ തള്ളിപ്പറഞ്ഞവർക്കും തന്നെ കളിയാക്കിയവർക്കും ചുട്ട മറുപടി, ബാറ്റ് കൊണ്ട് ഗ്രൗണ്ടിൽ ചുട്ട മറുപടി നമ്മുടെ സഞ്ജു സാംസൺ കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ ആരാധകര് പ്രതീക്ഷയർപ്പിച്ചിരുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാര് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഇവരെല്ലാം ഒരു സൈഡിലൂടെ കൂടാരം കയറുമ്പോൾ ഒരു പടത്തലവനെ പോലെ ഇന്ന് പൊരുതി ജയിച്ച നമ്മുടെ സഞ്ജു സാംസൺ ഇന്ത്യയെ സെമി ഫൈനലിലേക്ക് കാലെടുത്ത് വെക്കാൻ തൻ്റേതായ സാന്നിധ്യം, ഇന്ന് കൃത്യതയാർന്ന ഷോട്ടുകൾ കൊണ്ട്, അത് വ്യക്തതയാർന്ന മറ്റുള്ളവർക്കുള്ള മറുപടിയാക്കിക്കൊണ്ട് ഇന്ന് സഞ്ജു സാംസന്റെ മാസ്മരികം, അതായത് ക്ലാസ് പ്ലേ ആയിരുന്നു ഇന്ന്. ഓരോ ബോൾ വരുമ്പോഴും അത് ബൗണ്ടറി ആകുമോ എന്ന എക്സൈറ്റ്മെൻറ്റിൽ കളി കണ്ട ദിവസമായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നലത്തെ ഇന്നിങ്സ്. എസ്പെഷ്യലി സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് ഉയർന്ന സിക്സുകളും ഫോറും അതുപോലെ തന്നെയുള്ള കവർ ഡ്രൈവ് ഷോട്ടുകളും എല്ലാം വാക്കുകളിൽ പറഞ്ഞാൽ തീരില്ല ഗൈസ്. അതിമനോഹരമായ ഇന്നിങ്സ് കാഴ്ചവെച്ചു ഇന്നലെ ഇന്ത്യക്ക്. ഈ മാച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഞ്ജു സാംസൺ കാം അണ്ടർ പ്രഷറിലായിരുന്നു. സ്കോർ പ്രഷറിലായിരുന്നിട്ട് പോലും സഞ്ജു സാംസന്റെ ഫേസിൽ പാനിക്ക് ഇല്ലായിരുന്നു. ഇതായിരുന്നു മോനെ ഒരു ക്ലാസിക് പ്ലെയറിന്റെ ലക്ഷണം. മുൻപ് പലപ്പോഴും സഞ്ജുവിന് ചാൻസ് കിട്ടിയാലും അത് ക്യാപിറ്റലൈസ് ചെയ്തില്ല എന്ന് പറഞ്ഞവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇന്ന് സെയിം സഞ്ജു, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഫയർ സഞ്ജു നമ്മളുടെ മുന്നിലേക്ക് ഇന്നത്തെ മാച്ചിലൂടെ കാണിച്ചു തന്നത് 100% സക്സസ് ആണ്. 100% സക്സസ്, അതായത് ഹാർഡ് വർക്ക് പ്ലസ് പേഷ്യൻസ് ഈസ് ഈക്വൽ ടു 100% സക്സസ്. ഇതേ രീതിയിൽ തന്നെ സഞ്ജു സാംസൺ തൻ്റെ പെർഫോമൻസ് തുടരുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇനി അങ്ങോട്ട് ഇന്ത്യൻ ടീമിൽ ഒരു സ്ട്രോങ് പില്ലറായിട്ട് തന്നെ സഞ്ജു സാംസൺ ഇനി അങ്ങോട്ട് തുടർന്നുമുണ്ടാകും. ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ടീമിനെ നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ കോൺഫിഡൻസ്, ഫിനിഷിംഗ് എബിലിറ്റി, ഇത് മൂന്നുമുള്ള ഒരു റയർ പ്ലെയറാണ് സഞ്ജു സാംസൺ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇന്നലെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മാച്ച് കണ്ട് അവസാനിക്കുമ്പോൾ സഞ്ജു സാംസണെ കുറിച്ച് കമൻട്രി ബോക്സിൽ നിന്ന് ഒരു കമൻറ്റ് കേൾക്കുകയുണ്ടായി. അത് നമ്മുടെ രവിശാസ്ത്രി പറഞ്ഞ കമൻ്റായിരുന്നു. ഇതാണ്, ദിസ് ഈസ് ദ ബോയ്, ഡാർലിംഗ് ബോയ് ഫ്രം കേരള. ആ ഒരു വാക്ക് കേട്ടപ്പോൾ നമ്മൾ മലയാളികളുടെ മനസ്സിൽ 100% സാറ്റിസ്ഫാക്ഷൻ, പ്രൗഡ് ഓഫ് മൂവ്മെന്റ്. ഇതാണ് മോനെ നമ്മുടെ കേരള ബോയ് സഞ്ജു. അപ്പോൾ സഞ്ജു സാംസന്റെ ഇന്നലത്തെ പെർഫോമൻസ് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണുന്നവരെ, അണ്ടിൽ ദെൻ കീപ് സപ്പോർട്ടിങ് അവർ ഇന്ത്യൻ ടീം. ബൈ ബൈ.